ഹലോ നമസ്കാരം കൂട്ടുകാരെ. HDFC ബാങ്കിന്റെ റിക്രൂട്ട്മെന്റ് ആണ്. HDFC ബാങ്ക് റിക്രൂട്ട്മെന്റ് 2026. നിങ്ങൾക്ക് ഇതിനകത്ത് കൊച്ചിയിൽ വേക്കൻസി ഉണ്ട്, കോട്ടയത്ത് വേക്കൻസി ഉണ്ട്, കൊല്ലം വേക്കൻസി ഉണ്ട്, എറണാകുളത്തുണ്ട്, ചെന്നൈയിലുണ്ട്, ബാംഗ്ലൂരുണ്ട്, ഹൈദരാബാദുണ്ട്. അപ്പൊ നിങ്ങൾ കേരളത്തിൽ ചെയ്യാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ കൊച്ചിയിൽ നമുക്ക് വേക്കൻസി ഉണ്ട്, കോട്ടയത്തുണ്ട്, കൊല്ലമുണ്ട്, എറണാകുളമുണ്ട്. അതല്ല നമ്മുടെ അന്യ സംസ്ഥാനങ്ങളായ ചെന്നൈ, ബാംഗ്ലൂർ, ഹൈദരാബാദ്, ഇതൊക്കെ നമ്മുടെ കേരളത്തിനോട് അടുത്ത് കിടക്കുന്ന സ്റ്റേറ്റുകളാ. അവിടെയും വേക്കൻസി ഉണ്ട്. നിങ്ങൾക്ക് മെട്രോ ലൊക്കേഷനിൽ അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾ ചെന്നൈ, ബാംഗ്ലൂർ, ഹൈദരാബാദ് മുതലായ ലൊക്കേഷനിൽ നിങ്ങൾ വർക്ക് ചെയ്യാൻ അപ്ലൈ ചെയ്യണം. അതിൽ നിങ്ങൾക്ക് കൊച്ചിയിലുണ്ട്, കോട്ടയമുണ്ട്, കൊല്ലമുണ്ട്, എറണാകുളമുണ്ട്. നമ്മുടെ കേരളത്തിലെ വേക്കൻസിയാണ്. നിങ്ങൾ വീടിന് അടുത്ത് തന്നെ നിങ്ങൾ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങളുടെ ഒരു കുറഞ്ഞ സാലറി എന്ന് പറയുന്നത് 45,000 രൂപ പെർ മന്ത് ആണ്. ഇത് ഓരോ പോസ്റ്റിനും അനുസരിച്ച് മാറി മാറി നമുക്ക് ആ നോട്ടിഫിക്കേഷനിലേക്ക് പോകുമ്പോഴത്തേക്ക് അവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവരുടെ ഏതൊക്കെ വേക്കൻസിയാണ്, പോസ്റ്റ് ഏതൊക്കെയാണ്, നിങ്ങളുടെ ഏജ് എന്തായിരിക്കണം, എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്തായിരിക്കണം, നിങ്ങളുടെ CV എങ്ങനെ ഉണ്ടാക്കണം. ഇതിടുന്ന ഒരു 2-2.5 വർഷമായിട്ട് ഞാൻ വീഡിയോ ഇടുന്നുണ്ട്. എന്റെ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ മനുഷ്യർക്ക് പ്രയോജനപ്പെട്ട 2 ഓപ്പർച്യൂണിറ്റിയാണ്. ഒന്ന് HDFC ബാങ്കിന്റെ റിക്രൂട്ട്മെന്റ്, രണ്ടാമത് ഇൻഡിഗോ എയർലൈൻസിന്റെ. ഈ 2 വേക്കൻസികളിൽ ഞാൻ എപ്പം ചെയ്തിട്ടുണ്ടോ ആ സമയത്തൊക്കെ കുറഞ്ഞ പക്ഷം ഒരാളെങ്കിലും സെലക്ട് ആയിട്ടുണ്ട്. അവിടെ ഇന്റർവ്യൂ നടന്നിട്ടുണ്ട്. നമ്മുടെ കേരളത്തിൽ തന്നെ ഇന്റർവ്യൂ നടന്ന് സെലക്ട് ആയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇത് HDFC അല്ലെങ്കിൽ ഇന്ത്യയുടെ എപ്പം വന്നാലും ഞാനത് പബ്ലിഷ് ചെയ്യാറുണ്ട്. നോട്ടിഫിക്കേഷൻ എന്റെ മെയിലിൽ വരുമ്പോൾ തന്നെ ഞാൻ ചെയ്യാറുണ്ട്. കുറച്ച് നാളായിട്ട് HDFC ബാങ്കിന്റെ കണ്ടിട്ടില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ചെയ്തില്ല. അതുപോലെ തന്നെ കുറച്ച് നാളായിട്ട് ഇന്ത്യയുടെ ഇപ്പൊ നമുക്ക് വീണ്ടും ഒരു ഓപ്പർച്യൂണിറ്റി, HDFC ബാങ്കിന്റെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി വന്നിരിക്കുകയാണ്. നിങ്ങൾ ആരും ഇത് വിട്ടുകളയില്, തീർച്ചയായിട്ടും നിങ്ങൾ അപ്ലൈ ചെയ്യണം. അപ്പോൾ വീഡിയോയിൽ കൂടുതലായിട്ട് നിങ്ങളോട് ചർച്ച ചെയ്യുന്നതിന് മുന്നേ എനിക്ക് നിങ്ങളോട് റിക്വസ്റ്റ് ഉള്ളത്, നിങ്ങൾ എൻ്റെ ചാനലിൽ ആദ്യമാണെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ലൈക്ക് അല്ലെങ്കിൽ ഹൈപ്പ് ചെയ്ത് എനിക്ക് സപ്പോർട്ട് ചെയ്യണം. HDFC ബാങ്ക് റിക്രൂട്ട്മെന്റ് 2026. HDFC ബാങ്ക് റിക്രൂട്ട്മെന്റ്, HDFC ബാങ്ക് ഹാസ് ഇൻവൈറ്റഡ് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫ്രം എലിജിബിൾ ആൻഡ് ഇൻട്രസ്റ്റഡ് കാൻഡിഡേറ്റ് ഫോർ HDFC ബാങ്ക് റിക്രൂട്ട്മെന്റ്. ടോട്ടല് 10,500 പ്ലസ് വേക്കൻസി ഉണ്ടെന്നാണ് പറയുന്നത്. ആർ അവൈലബിൾ 10,500 പ്ലസ് വേക്കൻസീസ് ആർ അവൈലബിൾ ഫോർ വേരിയസ് പോസ്റ്റ് അക്രോസ് ഇന്ത്യ. ഓൾ ഓവർ ഇന്ത്യയുടെയാണിത്. ദ ഓൺലൈൻ ആപ്ലിക്കേഷൻ പ്രോസസ് വിൽ സ്റ്റാർട്ട് ഫ്രം 1 ഫെബ്രുവരി 2026 ആൻഡ് ലാസ്റ്റ് ഡേറ്റ് ടു അപ്ലൈ 3 മാർച്ച്. നിങ്ങൾക്ക് 3-ാം തീയതി മാർച്ച്, അടുത്ത മാസം 3-ാം തീയതി വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതിന്റെ ഓർഗനൈസേഷൻ HDFC ബാങ്ക്, പോസ്റ്റ് 10,500 പ്ലസ് എന്ന് ഞാൻ പറഞ്ഞു. ക്വാളിഫിക്കേഷൻ 10th-കാർക്കുണ്ട്, 12th-കാർക്കുണ്ട്, ഗ്രാജുവേറ്റിനുണ്ട്. അപ്പൊ ഈ ഒരു കാര്യം നോക്കുമ്പോൾ നിങ്ങൾ സെർച്ച് ചെയ്യണം. ഞാൻ നോക്കിയപ്പോഴത്തേക്ക് 10th-ഉം 12th-ന്റെ ഞാൻ കണ്ടില്ല. ഞാൻ ഗ്രാജുവേറ്റിന്റെ ഇഷ്ടം പോലെ വേക്കൻസി കണ്ട്. ഞാൻ അതിനെപ്പറ്റി ഇവരുടെ നോട്ടിഫിക്കേഷനിൽ 10th, 12th ഗ്രാജുവേറ്റാ പറയുന്നത്. ഒരു പക്ഷേ ഉണ്ടായിരുന്നായിരിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ അത് കാണുന്നില്ലായിരിക്കും. എന്തോ എനിക്ക് അതിനെപ്പറ്റി അത്ര അറിയത്തില്ല. പേ സ്കെയിൽ നിങ്ങളുടെ 24,500 തൊട്ട് 68,800 വരെ നിങ്ങൾ എക്സ്പെക്ടഡ് സാലറിയാണ്. ഓരോ പോസ്റ്റിനും അത് മാറി, സാലറി മാറിയും മറിഞ്ഞു. ചിലർക്ക് കുറവായിരിക്കും, ചില പോസ്റ്റിന് കുറവായിരിക്കും, ചില പോസ്റ്റിന് കൂടുതലായിരിക്കും. മാനേജർ ഡിസിഗ്നേഷൻ ഒക്കെ വരുന്ന പോസ്റ്റിന് കൂടുതൽ സാലറി ആയിരിക്കും. ഇപ്പൊ ഏതൊക്കെ പോസ്റ്റ് ഉണ്ടെന്നുള്ളത് നമുക്ക് താഴെ കാണാം. ലാസ്റ്റ് ഡേറ്റ് ഓഫ് ഓൺലൈൻ അപ്ലൈ 3 മാർച്ച് എന്ന് ഞാൻ പറഞ്ഞു. ഫെബ്രുവരി 1-ാം തീയതിയാണ് തുടങ്ങി. 3 മാർച്ച് വരെ ഇതിന്റെ ഉണ്ട്. നിങ്ങൾക്ക് അധിക കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾ ആപ്ലിക്കേഷൻ അയക്കുന്നത്, നിങ്ങളുടെ CV നല്ലതാണെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെ ഇന്റർവ്യൂവിന് വിളിക്കുന്നു. ഇന്റർവ്യൂ ആൻഡ് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വെരിഫൈ ചെയ്യും. അത് നിങ്ങൾ കേരളത്തിലെ അപ്ലൈ ചെയ്യുന്നെങ്കിൽ കേരളത്തിൽ കൊച്ചിയിൽ അല്ലെങ്കിൽ എറണാകുളത്ത് ഞാൻ കാണിച്ച് ആ ഒരു ലൊക്കേഷനിലായിരിക്കും നിങ്ങൾക്ക് ഇന്റർവ്യൂ ഉള്ളത്. ആപ്ലിക്കേഷൻ ഫീസ് നിങ്ങൾക്ക് ജനറൽ ആയിക്കോട്ടെ, OBC ആയിക്കോട്ടെ, EWS ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഫീസ് ഒന്നുമില്ല. അതുപോലെ തന്നെ SC, ST, PWD, അതർ നിങ്ങൾക്ക് നില്ലാണ്. ടോട്ടൽ 10,500 പ്ലസ് പോസ്റ്റ് ഉണ്ട്. അത് ഞാൻ പല പ്രാവശ്യം ഇപ്പം പറഞ്ഞ്. നെയിം ഓഫ് ദ പോസ്റ്റ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അഡ്മിനിസ്ട്രേഷന്റെ പോസ്റ്റ് ഉണ്ട്, അനലിസ്റ്റിക്സിന്റെ പോസ്റ്റ് ഉണ്ട്, അസിസ്റ്റന്റ് മാനേജറുടെ പോസ്റ്റ് ഉണ്ട്, ബ്രാഞ്ച് മാനേജറുടെ പോസ്റ്റ് ഉണ്ട്, ബിസിനസ് ഡെവലപ്മെന്റിന്റെ പോസ്റ്റ് ഉണ്ട്, ക്ലർക്കിന്റെ പോസ്റ്റ് ഉണ്ട്, കളക്ഷൻ ഓഫീസറുടെ പോസ്റ്റ് ഉണ്ട്, കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജറുടെ പോസ്റ്റ് ഉണ്ട്, ഫൈനാൻസ് മാനേജറുടെ പോസ്റ്റ് ഉണ്ട്, അക്കൗണ്ടന്റിന്റെ പോസ്റ്റ് ഉണ്ട്, PO, IT മാനേജർ, ഹെഡ് ഓഫ് ഓപ്പറേഷൻ മാനേജർ. ഇത്രയും പോസ്റ്റുകളുണ്ട്. നിങ്ങളുടെ ഏജ് 18 തൊട്ട് 40 വയസ്സ് വരെ ആയിരിക്കണം. സെലക്ഷൻ പ്രോസസ് ചെയ്യാൻ ഒരു പ്രാവശ്യം ഇന്റർവ്യൂ, ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ മാത്രമേ ഉള്ളൂ. നമുക്ക് അപ്പോഴത്തേക്ക് ഇത് ഈ ഒരു കാര്യം എങ്ങനെയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം.
അപ്പൊ ഈ ഒരു വെബ്സൈറ്റിന്റെ ഈ ഒരു പേജിന്റെ ലിങ്ക് ഇവരുടെ കാരിയർ വെബ്സൈറ്റ് ആണ്. ഇവിടെ പറയുന്നുണ്ട് HDFC ബാങ്ക് കാരിയർ കറണ്ട് വേക്കൻസീസ് ഇവിടെ പറയുന്നുണ്ട്. അപ്പൊ ഈ ഒരു വേക്കൻസിയുടെ ഞാൻ ഈ ഒരു പേജിന്റെ ലിങ്ക് എന്റെ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ തന്നിട്ടുണ്ട്. അവിടുന്ന് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഡയറക്റ്റ് ഇവരുടെ വെബ്സൈറ്റിൽ പോയി അപ്ലൈ ചെയ്യാൻ പറ്റും. അവിടെ വലിയ കാര്യങ്ങളൊന്നുമില്ല. അവിടെ നിങ്ങളുടെ ഞാൻ പല പ്രാവശ്യം വീഡിയോ ഇടുമ്പോഴൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവിടെ ഇവര് കാര്യങ്ങൾ ചോദിക്കേണ്ട, പേര് ചോദിക്കുന്നു, ഫാദർ നെയിം ചോദിക്കുന്നു, ഏജ് ചോദിക്കുന്നു, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ചോദിക്കുന്നു. ലാസ്റ്റ് അങ്ങനെ കാര്യങ്ങൾ നമ്മൾ ആ ഡീറ്റെയിൽ നമ്മൾ ഫില്ല് ചെയ്ത് ലാസ്റ്റ് വരുമ്പോഴത്തേക്കിടെ CV അപ്ലോഡ് ചെയ്യണം. അത്രയും കാര്യങ്ങളേ ഉള്ളൂ. അപ്പൊ ഇവിടെ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് നിങ്ങൾ ഇത് നോക്കുക. ഇത് HDFC ബാങ്കിന്റെ എന്ന് ഞാൻ പറഞ്ഞ് കറണ്ട് വേക്കൻസികൾ ഇവിടെ ഉണ്ട്. നമുക്ക് താഴോട്ട് വരെ ഏതൊക്കെ വേക്കൻസി ആണെന്ന് നോക്കാം. ലൊക്കേഷൻ നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്ത് എടുക്കാൻ പറ്റും. ജോബ് പ്രൊഫൈൽ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഇവിടെ ചെയ്യാൻ പറ്റും. ഇവിടെ കറണ്ട് വേക്കൻസീസ് എന്ന് പറയുന്നുണ്ട്. ഇവിടെ കരിയർ ഉണ്ട്. അത് മൊത്തമായിട്ട് നോക്കുക. കറണ്ട് വേക്കൻസിയാണ് ഞാനിപ്പോ നോക്കുന്നത്. ഇവിടെ പറയുന്ന ടെക്നിക്കൽ അപ്രീസർ കോട്ടയം മൂവാറ്റുപുഴയിലുണ്ട്. 2 സ്ഥലങ്ങളിലുണ്ട് ഈ വേക്കൻസി. കോട്ടയമാണ് ഇവിടെ കാണിക്കുന്നത്. റിക്വയർഡ് എക്സ്പീരിയൻസ് 2+ ഇയർ എക്സ്പീരിയൻസ് വിൽ ബി ആഡഡ് ആൻഡ് അഡ്വാൻറ്റേജ്. നിങ്ങൾക്ക് കമ്പൽസറി അല്ല, നിങ്ങൾക്ക് പ്രഷറിന് ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി വരുന്ന ഓപ്പറേഷൻ കൊച്ചിയാണ്. അപ്പൊ ഇതിന്റെ മേളിലത്തെ ഈ ഒരു ടെക്നിക്കൽ അപ്രീസർ കോട്ടയത്തിന്റെ നിങ്ങൾക്ക് ഗ്രാജുവേറ്റ് ആയിരിക്കണം. അത് BTech, BE ഓർ സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ചവർക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഗ്രാജുവേറ്റ് അല്ല, BTech ആയിരിക്കണം, BE ആയിരിക്കണം, അല്ലെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ചവർക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓപ്പറേഷൻ ക്രെഡിറ്റ് പ്രോസസിംഗിന്റെ ഉണ്ട്. കൊച്ചിയാണ് ഇത് കാണിക്കുന്നത്. റിക്വയർഡ് എക്സ്പീരിയൻസ് 2+ ഇയർ എക്സ്പീരിയൻസ് വിൽ ബി ആൻ ആഡഡ് അഡ്വാൻറ്റേജ് ആ പറയുന്നത്. എക്സ്പീരിയൻസ് 2 വർഷവും 2 വർഷത്തിൽ കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ അഡ്വാൻറ്റേജ് കിട്ടുമെന്നേ പറയുന്നുള്ളൂ. ഇവിടെയും കമ്പൽസറി അല്ല. നിങ്ങളുടെ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഗ്രാജുവേറ്റ് ആയിരിക്കണം. നിങ്ങൾ MCOM ആയിക്കോട്ടെ, CA ആയിക്കോട്ടെ, ഓർ MBA ആയിക്കോട്ടെ, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഗ്രാജുവേറ്റോ MCOMോ CA ഓർ MBA ആയിട്ടുള്ളവർക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. ബിസിനസ് ഡെവലപ്മെന്റ് കാലിക്കറ്റിലും ഉണ്ട്, കണ്ണൂരും ഉണ്ട്. ഇത് കോഴിക്കോടും ഉണ്ട്, കണ്ണൂരും ഉണ്ട്. റിക്വയർഡ് എക്സ്പീരിയൻസ് 2+ ഇയർ സെയിം ആണ് ഇവർ പറയുന്നത്. അഡ്വാൻറ്റേജ് ആണ്, കമ്പൽസറി അല്ല. എഡ്യൂക്കേഷൻ നിങ്ങളുടെ ഗ്രാജുവേറ്റ് ആയിരിക്കണം, പോസ്റ്റ് ഗ്രാജുവേറ്റ് അല്ലെങ്കിൽ MBAക്കാർക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓപ്പറേഷൻ ഫ്രണ്ട് ഓഫീസ് തൃശൂർ കാലിക്കറ്റായി ഇവിടെ പറയുന്നത്. തൃശ്ശൂരും ഉണ്ട്, തൃശ്ശൂരുണ്ട്. റിക്വയർഡ് എക്സ്പീരിയൻസ് 2+ ഇയർ എക്സ്പീരിയൻസ് വിൽ ബി ആൻ ആഡഡ് അഡ്വാൻറ്റേജേ ഉള്ളൂ. അല്ലെ, ഇവിടെ നിങ്ങൾക്ക് കമ്പൽസറി പറയുന്നില്ല. എഡ്യൂക്കേഷൻ ഗ്രാജുവേറ്റ്, പോസ്റ്റ് ഗ്രാജുവേറ്റ്, MBAക്കാർക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. ടെക്നിക്കൽ അപ്രൈസർ മാർത്താണ്ഡത്തുണ്ട്, തമിഴ്നാട്ടിലുണ്ട്. ഇത് മാർത്താണ്ഡ് നിങ്ങൾക്ക് ഇവിടെ വേണം, ഇവിടെ അപേക്ഷിക്കാം. അല്ല, കോട്ടയത്ത് അപേക്ഷിച്ചിട്ട് നിങ്ങൾക്ക് ഇതിനകത്ത് നിങ്ങൾക്ക് അപേക്ഷിക്കണമെങ്കിൽ ചെയ്യാം. ഇവിടെ റിക്വയർഡ് എക്സ്പീരിയൻസ് 2+ ഇയർ എക്സ്പീരിയൻസ് വിൽ ബി ആഡഡ് അഡ്വാൻറ്റേജ് പറയുന്നത്. നിങ്ങൾ BTech പാസ്സായവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, MTech പാസ്സായവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ചവർക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മാനേജർ ഓഡിറ്റ് ആൻഡ് റെഗുലേറ്ററി കംപ്ലയൻസ് ക്രെഡിറ്റ് റിസ്കിന്റെ മുംബൈയിലുണ്ട് വേക്കൻസി. നിങ്ങൾ നോക്കണം. 10 തൊട്ട് 15 വർഷം വരെ അവിടെ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. ക്രെഡിറ്റ് അപ്രൈസറുടെ വേക്കൻസി ഉണ്ട്, പൂനെയിലുണ്ട്. റിക്വയർഡ് എക്സ്പീരിയൻസ് 1 to 5. നിങ്ങൾക്ക് 1 വർഷം തൊട്ട് 5 വർഷം വരെയുള്ളവർക്ക്, നിങ്ങൾ പൂനെയിലുള്ളവർ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളുടെ ക്വാളിഫിക്കേഷനുമായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ. പട്നയിലെ വേക്കൻസിയാണ് കാണിക്കുന്നത്, പിന്നെ ഡൽഹിയിലെ വേക്കൻസിയാണ് കാണിക്കുന്നത്. ഇത് പോരാഞ്ഞെങ്കിൽ ലോഡ് മോറിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇതിൽ കൂടുതൽ വേക്കൻസി ഇവിടെ വരും. റിക്കവർ കളക്ഷൻ ഫീൽഡ് ഓഫീസറുടെ വേക്കൻസി ഉണ്ട്. ഇത് മുംബൈയിലാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് റിക്വയർഡ് എക്സ്പീരിയൻസ് 3 to 7 ഇയർ എക്സ്പീരിയൻസ് വിത്ത് എ ബാങ്ക് ഓഫ് NBFC, അതായത് ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ആ കമ്പനികളിൽ നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ആ ഒരു അഡ്വാൻറ്റേജ് കിട്ടും. റിക്കവറി കളക്ഷൻ ഓഫീസറുടെ വേക്കൻസി ഉണ്ട്. അങ്ങനെ ഒരുപാട് വേക്കൻസി ഉണ്ട്. നിങ്ങൾ ഈ വേക്കൻസി ഒക്കെ നോക്കിയിട്ട് സപ്പോസ് നിങ്ങൾ ഏതെങ്കിലും ഒരു വേക്കൻസിക്ക് അപ്ലൈ ചെയ്യുവാനായിട്ട്, സപ്പോസ് നിങ്ങൾ ടെക്നിക്കൽ അപ്രൈസർ കോട്ടയം അല്ലെങ്കിൽ മൂവാറ്റുപുഴയുള്ള ഈ വേക്കൻസിയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ ഇവിടെ ക്ലിക്ക് ചെയ്യും. അപ്പൊ ഇവിടെ ഇവരുടെ ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്രൈസൽ, അസസിംഗ്, മാർക്കറ്റ് വാല്യൂ ഓഫ് പ്രോപ്പർട്ടീസ്, ഓഫേർഡ് ആർ സെക്യൂരിറ്റി, ലോൺ, അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇവിടെ ഓരോ കാര്യങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കണം. ഇതനുസരിച്ച് നിങ്ങളുടെ CV നിങ്ങൾ ശരിയാക്കണം. നിങ്ങൾ CV മോഡിഫൈ ചെയ്തേ നിങ്ങൾ അപ്ലൈ ചെയ്യാവുള്ളൂ. അല്ലാതെ നിങ്ങളുടെ 2 വർഷം മുന്നേ അല്ലെങ്കിൽ 6 മാസം മുന്നേ ഉണ്ടാക്കി ആ CV ഇതിനകത്ത് അപ്ലോഡ് ചെയ്തിട്ട് നിങ്ങൾ ഇപ്പൊ എന്നെ വിളിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് കാത്തിരുന്നിട്ട് കാര്യമില്ല, നിങ്ങൾ വിളിക്കത്തില്ല. അപ്പൊ അപ്ലൈ നിങ്ങൾ അവര് നിങ്ങളുടെ CV മാത്രമേ, നിങ്ങളെ കാണുന്നില്ല, നിങ്ങളുടെ CV കണ്ടിട്ടാണ് അവർ നിങ്ങളെ സെലക്ട് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ CV നല്ല കണക്ക് ശ്രദ്ധിച്ച് അപ്ലൈ. ഇവിടെ നിങ്ങൾ ഇതിനകത്ത് അപ്ലൈ ചെയ്യാനായിട്ട് ഈ അപ്ലൈ നൗവിൽ എന്നുള്ള ഇതിൽ ക്ലിക്ക് ചെയ്യും. അപ്പൊ ഈ ഒരു പേജിലേക്ക് വരും. ഇവിടുന്ന് നിങ്ങൾ താഴോട്ട് വരിക. താഴോട്ട് വരുമ്പോൾ ക്ലിക്ക് ഹിയർ ടു അപ്ലൈ എന്നുണ്ട്. ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ മതി.
ഇപ്പൊ ഇവിടെ കാണിക്കുന്നത് സിസ്റ്റം അപ്ഗ്രേഡ്. നിങ്ങൾ ഇത് കണ്ടുകൊണ്ട് പേടിക്കരുത്. അവരുടെ സിസ്റ്റം അപ്ഗ്രേഡ് അങ്ങനെ മെയിൻ്റെനൻസ് ഉണ്ട്, സിസ്റ്റത്തിൽ മെയിൻ്റെനൻസ് ഉണ്ട്. നിങ്ങൾ ഒരു ദിവസമോ അല്ലെങ്കിൽ കുറച്ച് സമയമോ കാത്തിരുന്നിട്ട് പിന്നെ ഇതിന് അപ്ലൈ ചെയ്യുക. ഇവിടെ പറയുന്ന സിസ്റ്റം അപ്ഗ്രേഡ് ഇൻ പ്രോഗ്രസ്. വി ആർ കറന്റ്ലി പെർഫോമിംഗ് സിസ്റ്റം അപ്ഗ്രേഡ് ടു മേക്ക് യുവർ എക്സ്പീരിയൻസ് ബെറ്റർ. നമ്മുടെ ബെറ്ററിന് വേണ്ടിയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന കാൻഡിഡേറ്റ് നിങ്ങൾക്ക് കൂടുതലൂടെ നല്ല രീതിയിൽ ഇത് അപ്ലൈ ചെയ്യുവാൻ വേണ്ടിയിട്ട് അവരുടെ സിസ്റ്റം അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ ഒരു ദിവസം എടുക്കും, ചിലപ്പോൾ 2 ദിവസം എടുക്കും, 1-2 ദിവസത്തിനുള്ളിൽ. ഇന്നലെ ഞാൻ ഇത് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഓക്കെ ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. പക്ഷെ ഇപ്പം ഞാൻ വന്ന് നോക്കിയപ്പോൾ ഇതാണ് കാണിക്കുന്നത്. അപ്പൊ നിങ്ങൾ അത് നോക്കിയിട്ട് ചെയ്താൽ മതി. ഓക്കെ, ബെസ്റ്റ് ഓഫ് ലക്ക് ആൾ ഓഫ് യു.